ഹായ് ഓൾ മക്കളെ, 9ാം ക്ലാസ്സിലെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട നമ്മളെ 3ാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് ഭാഗം സ്വാഭാവികമായിട്ടും നമ്മുടെ ഓണം എക്സാമിൽ ചോദിക്കും. അപ്പോൾ നമുക്കറിയാം 3ാമത്തെ ചാപ്റ്റർ എന്നുള്ളത് രാസബന്ധനം അല്ലെ, കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇതിലെ ഏറ്റവും ആദ്യ ഭാഗത്തുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമുക്ക് ഓണം എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ചെയ്തു നോക്കാം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളുടെ ഓണം എക്സാമുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് സയൻസ് ആൻഡ് മാത്സിലെ മുഴുവൻ ഇതേപോലെ ഷുവർ ഷോട്ട് ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, അത് പരമാവധി ഉപയോഗപ്പെടുത്തുക. എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക് എന്ത് ചെയ്യണം, അടിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, നമുക്ക് ചില ചോദ്യങ്ങൾ നോക്കാം. How many pairs of electrons are mutually shared in the formation of a nitrogen molecule? ഒരു നൈട്രജൻ തന്മാത്ര രൂപീകരണത്തിൽ എത്ര ഇലക്ട്രോണുകളെയാണ് എന്ത് ചെയ്യുന്നത്, പരസ്പരം പങ്കുവെക്കുന്നത്? എത്ര ജോഡി ഇലക്ട്രോണുകൾ പങ്കുവെക്കുന്നു? നമുക്കറിയാം നൈട്രജൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? അയോണിക് ബോണ്ടാണോ കൊവാലന്റ് ബോണ്ടാണോ? രണ്ട് തരത്തിലുള്ള ബന്ധനം ഉണ്ടല്ലോ, അയോണിക ബന്ധനം, സഹസംയോജക ബന്ധനം. അയോണിക് ബോണ്ട്, കൊവാലന്റ് ബോണ്ട്. അപ്പൊ ഇതിൽ നമുക്കറിയാം കൊവാലന്റ് ബോണ്ട് ആയിട്ടാണ് നൈട്രജൻ ഉണ്ടാവുന്നത്. ഇപ്പൊ ഫ്ലൂറിൻ നമുക്കറിയാം, നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇങ്ങനെ വരയ്ക്കുന്ന രീതിക്ക് നമ്മൾ എന്താ പറയല്, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ആണ്. ഈ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം നമ്മൾ ചെയ്യുമ്പോൾ ആലോചിക്കണേ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ബാഹ്യതമായ ഷെല്ലിലെ ഇലക്ട്രോണുകളെ മാത്രമേ വരച്ചാൽ മതി. ഇപ്പൊ ഫ്ലൂറിൻ 2,7 ആണ്, അതുകൊണ്ടാണ് ഇവിടെ 7 ഇലക്ട്രോണ്. അപ്പോൾ ഒരു ഇലക്ട്രോണെ കൂടി കിട്ടിയാൽ മതി. അപ്പൊ ഈ ഒരു ഇലക്ട്രോണും കൂടി പരസ്പരം പങ്കുവെക്കുന്നു. അങ്ങനെയാണ് ഫ്ലൂറിൻ എന്ന് പറയുന്ന എഫ് സിംഗിൾ ബോണ്ട് എഫ് എന്ത് ചെയ്യുന്നത്, അവിടെ ഉണ്ടാവുന്നത്. എഫുമായിട്ട് ഏകബന്ധനമാണ്. ഇനി ഓക്സിജൻ ആണെങ്കിലോ അറ്റോമിക് നമ്പർ 8 ആണ്. അറ്റോമിക് നമ്പർ 8 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിന്യാസം 2,6 ആണ്. അപ്പൊ രണ്ട് ഓക്സിജനുകൾ, രണ്ടുപേർക്കും 8 ഇലക്ട്രോൺ കിട്ടിയാലേ എന്താവുള്ളൂ, സ്ഥിരത കൈവരിക്കുള്ളൂ, സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പൊ 8 ഇലക്ട്രോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ പോരാ, 2 പെയർ ഇലക്ട്രോൺ എന്ത് ചെയ്യണം, അവിടെ പങ്കുവെക്കേണ്ടി വരും. കേട്ടോ നിങ്ങൾ, ഇത് ഒരു പെയർ, ഇത് നെക്സ്റ്റ് പെയർ. അപ്പൊ ഓക്സിജൻ അടുത്ത ഓക്സിജനുമായിട്ട് ഡബിൾ ബോണ്ട്, ദ്വിബന്ധനമാണ് അവിടെ ഉണ്ടായത്. നൈട്രജൻ ആണെങ്കിലോ അറ്റോമിക് നമ്പർ 7 ആണ്. ഓക്കെ, 2,5 ആയിരിക്കും വരിക. അപ്പൊ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. ഒരു ഇലക്ട്രോൺ കിട്ടിയിട്ട് കാര്യമില്ല, 2 കിട്ടിയിട്ട് കാര്യമില്ല, 3 പെയർ. കാരണം എന്തേ, ഓൾറെഡി 5, പിന്നെ അതിക്കൊരു 3 കൂടി കിട്ടണം. അപ്പൊ 3 എന്ത് ചെയ്യും, അവർ പങ്കുവെക്കും. അപ്പൊ സ്വന്തമായുള്ള 5 അപ്പുറത്തെ നൈട്രജന്റെ 3 കൂടി പങ്കുവെച്ച് കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ എത്രയാ, 8ആയാൽ സ്ഥിരത കൈവരിച്ചു. അപ്പൊ നൈട്രജൻ ഒരു പെയർ പോരാ, 2 പെയർ പോരാ, 3 പെയർ ഓഫ് ഇലക്ട്രോൺ. കാരണം എന്തേ, 3 പെയർ ഉണ്ടെങ്കിൽ അവിടെ 6, പിന്നെ നേരത്തെ ഈ പറഞ്ഞ പങ്കുവെക്കലൊന്നും ഉൾപ്പെടാത്ത ഓൾറെഡി ഉള്ള 2. അങ്ങനെയാണ് ടോട്ടൽ 8 ഇലക്ട്രോൺ ആയി മാറുന്നത്. അപ്പൊ നൈട്രജൻ എങ്ങനെയാണ്, ട്രിപ്പിൾ ബോണ്ട് ആണ്. എന്ന് വരച്ചിട്ട് നമ്മൾ 3 എന്ത് ചെയ്യണം, ലൈൻസ് വരയ്ക്കണം. അപ്പൊ ഇത് സിംഗിൾ ബോണ്ട്, ഇത് ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്. ഏകബന്ധനം, ദ്വിബന്ധനം, ത്രിബന്ധനമാണ് നൈട്രജനുള്ളത്. ഇനി അവിടെ ഇലക്ട്രോൺ വിന്യാസം തന്നിരിക്കുന്നു PQR. ഇതിൽ ഏറ്റവും സ്ഥിരത കൂടിയ മൂലകം ഏതാണ്? കണ്ടാൽ തന്നെ മനസ്സിലാക്കാം, ഓപ്ഷൻ അല്ലെ 6 ആണ് വരിക. 6ന്റെ 288. അതിന്റെ കാരണം എന്താണ്, ബാഹ്യതമായ ഷെല്ലിൽ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ആറ്റം എന്ത് ചെയ്തു, സ്ഥിരത കൈവരിച്ചു. അവരെന്തായിരിക്കും, നോബിൾ ഗ്യാസ്, അലസവാതകമായിരിക്കും. അവർ മറ്റുള്ള ആറ്റങ്ങളുമായിട്ട് എന്തേണ്ടതില്ല, പിന്നെ ഇലക്ട്രോണിനെ കൊടുക്കലോ വാങ്ങലോ പങ്കുവെക്കലോ ഒന്നിന്റെ ആവശ്യമില്ല, മറ്റുള്ള ആറ്റങ്ങളുമായി കൂടിച്ചേരാറില്ല. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാത്ത ആളുകളാണ് ആര്, അലസവാതകം. ട്ടോ, രാസപ്രവർത്തനം നടക്കുമ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന മൂലകം ഏത്? ഇതിലാരാ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത്? Q ആയിരിക്കും ഇലക്ട്രോൺ എന്ത് ചെയ്യുക, വിട്ടുകൊടുക്കുക. അതിന് കാരണം എന്താ മക്കളെ, 2, 8, 2 ആണ്. അപ്പൊ ഈ 2 ഇലക്ട്രോൺ പോയാലേ ബാഹ്യതമായ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടാവുള്ളൂ. P ഉണ്ടാവുമോ? P ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചാലേ 8 ഇലക്ട്രോൺ ആവുള്ളൂ. കേട്ടോ, അപ്പൊ അതുകൊണ്ട് Q ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട്, ബിയുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എന്താ മക്കളെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം? ഒരാറ്റത്തിലെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ മാത്രമേ അവിടെ ഡോട്ട് ആയിട്ട് കാണിക്കുള്ളൂ. സോഡിയം എത്രയാടാ, 2, 8, 1 ആണ്. അതിലെ 2, 8 കാണിക്കൂല, ലാസ്റ്റിലെ 1 മാത്രമേ കാണിക്കുള്ളൂ. ഓക്സിജനോ 2,6 ആണ് വരിക. അതില് ആ 6 മാത്രമാണ് എന്ത് ചെയ്യുക, കാണിക്കുക. ഓക്കെ, ഇനി ഈ രാസപ്രവർത്തനത്തിൽ അപ്പൊ നോക്കിക്കേ, ഇവിടെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം, 2 സോഡിയം ഉണ്ട്, 1 ഓക്സിജനേ ഉള്ളൂ അല്ലെ. ഏത് ബന്ധനായിരിക്കും, അയോണിക ബന്ധനാണോ സഹസംയോജകാണോ?
അയോണിക് ബോണ്ട് ആണോ കൊവാലന്റ് ആണോ അല്ലെ? ഈ ഒരു ഇലക്ട്രോൺ സോഡിയം കൊടുക്കും, അതോടുകൂടി എന്തായി 2,8 ആയിട്ട് മാറും. അപ്പുറത്തോ ഈ ഒരു ഇലക്ട്രോണും കൊടുക്കും, അപ്പൊ അയാളും 2,8 ആകും. രണ്ടുപേരും സ്ഥിരത കൈവരിച്ചില്ലേ? ഇനിയോ ഓക്സിജൻ 2,6 ആണ്. ഓക്സിജൻ എവിടുന്നെങ്കിലും 2 ഇലക്ട്രോണ് കിട്ടുമോ എന്ന് കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് 2 സോഡിയം വന്നത്. ഒരു സോഡിയത്തിനടുത്ത് 1 ഇലക്ട്രോണിനെ വലിച്ചു, അടുത്ത സോഡിയത്തിനടുത്ത് അടുത്ത ഇലക്ട്രോണിനെ വലിച്ചു. അപ്പൊ ഓക്സിജൻ എന്തായി 2,8 ആയി. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആയതിനാൽ അയാൾ സ്ഥിരത കൈവരിച്ചു. ഈ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന ആറ്റം ഇത്. ആരാ മക്കളെ ഇലക്ട്രോൺ വിട്ടുകൊടുത്തത്? ഓഫ് കോഴ്സ് സോഡിയം ആറ്റമാണ്. ഓക്സൈഡ് അയോണിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഓക്സൈഡ് അയോൺ. എടാ ഓക്സിജൻ ആറ്റം എന്ന് പറഞ്ഞാൽ അയാൾക്ക് ചാർജ് ഉണ്ടാവൂല. 2,6 ആണ്. അയാൾ ഇവിടെ ഇലക്ട്രോണിനെ വാങ്ങിയിട്ടില്ല, കൊടുത്തിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴേക്കും 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു. അപ്പൊ 2,6 അല്ല, 2 ഇലക്ട്രോണും കൂടി കിട്ടിയതിനാൽ എന്തായിരിക്കും വരിക? 2,8 ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അത് മാറിയിട്ടുണ്ട്. ഈ സംയുക്തത്തിലെ രാസബന്ധനം ഏത് തരമാണ്? സോഡിയം ഇലക്ട്രോണിനെ കൊടുത്തു, ഓക്സിജൻ ഇലക്ട്രോണിനെ സ്വീകരിച്ചു. ഒരാൾ ഡൊണേറ്റ് ചെയ്തു, മറ്റയാൾ അക്സെപ്റ്റ് ചെയ്തു. അതേത് ബോണ്ടാണ് മക്കളെ? സഹസംയോജകമാണോ? കൊവാലന്റ് ആണോ? അല്ല, അയോണിക് ബോണ്ട് ആയിരിക്കും ഉണ്ടാവുക. സോഡിയം ഓക്സൈഡിന്റെ രാസസൂത്രം എഴുതുക. ഇതാണടാ സോഡിയം ഓക്സൈഡ് അല്ലെ? എത്ര സോഡിയം ഉണ്ട്? 2 സോഡിയം. അപ്പൊ Na2, 1 ഓക്സിജൻ. O1 എഴുതണോ? 1 കെമിസ്ട്രിക്കാർക്ക് ഇഷ്ടമല്ല. O എന്ന് എഴുതിയാൽ തന്നെ മീനിങ് എന്താ? അവിടെ 1 ഓക്സിജൻ ഉണ്ട് എന്നാണ് കേട്ടോ. അതുകൊണ്ട് 1 പ്രത്യേകം എഴുതേണ്ട ആവശ്യമില്ല. അപ്പൊ Na2O എന്നുള്ളതാണ് ഈ ഡിയുടെ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, എങ്കിൽ ഇതാ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. നമുക്ക് അയോണിക് ബന്ധനം, സഹസംയോജക ബന്ധനം രണ്ടും പഠിച്ചല്ലോ. ഇവർ രണ്ടുപേരുടെയും കോമ്പൗണ്ടുകൾക്ക്, സംയുക്തങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അതിങ്ങനെ എണ്ണി പോയിന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ അയോണിക് കോമ്പൗണ്ട്സിന്റെ, അയോണിക സംയുക്തങ്ങളുടെ പ്രത്യേകത ഈ 4 ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് എഴുതുകയാണ്. ബാക്കിയുള്ള അപ്പൊ 2 3 4 എത്രണ്ണാണ് അയോണിക സംയുക്തവുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിലുള്ളത്, അത് മാത്രം ഈ വീഡിയോക്ക് താഴെ എന്ത് ചെയ്യുക? നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. 1 2 3 4 ഏതൊക്കെയാണ് അയോണിക് കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ളത് വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഏറ്റവും കറക്റ്റ് ആയിട്ട് കമന്റ് രേഖപ്പെടുത്തുന്നവർക്ക് നിങ്ങൾ നല്ല ലൈക്കും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ തരം പരീക്ഷയ്ക്ക് ചോദിക്കൂല, ഏകദേശം പകുതിയോളം വരുന്ന ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വരക്കാൻ അറിയണം, അയോണിക് ആണോ കോമ്പൗണ്ട് ആണെന്ന് ആലോചിക്കണം, ഇലക്ട്രോണിനെ കൊടുക്കണോ വാങ്ങണോ പങ്കുവെക്കണോ. ഇപ്പൊ കാർബണും ഹൈഡ്രജനും ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് സഹസംയോജകമായിരിക്കും, കൊവാലന്റ് ആയിരിക്കും. കാരണം കാർബണും ഹൈഡ്രജനും ഒരിക്കലും ചെയ്യൂല ഇലക്ട്രോൺ കൊടുക്കാനോ വാങ്ങാനോ പറ്റൂല, അവർക്ക് പങ്കുവെക്കാൻ മാത്രമേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർ നേരത്തെ പറഞ്ഞ പോലെ സോഡിയം മാഗ്നീഷ്യം ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്? അയോണിക് ആണോ കൊവാലന്റ് ആണോ തീരുമാനിക്കാൻ. അപ്പൊ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തു നോക്കുക എന്നുള്ളതാണ് ഏതൊരു എക്സാമിനും വിജയിക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യുക. എന്താ ചെയ്യുക? ഈ വീഡിയോക്ക് താഴെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ ആഡ് ചെയ്യുക, എന്നതിന് മറുപടി തരാം. നമ്മൾ എക്സാം, ഓണം എക്സാം ഏറ്റവും അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? എഴുതണം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.